സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി തമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 12 അധ്യായം 2 നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത്. അതായത് മകനെ ശാസ്ത്രം പഠിപ്പിക്കാൻ അത് സംബന്ധിച്ച് നവദ്വീപ ഗോസ്വാമി ശ്രീരാമകൃഷ്ണദേവനുമായിട്ട് നടത്തിയ സംഭാഷണത്തിനിടയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മാക്സ് മുള്ളറെ കുറിച്ചുള്ള ഒരു വിശദമായ ചർച്ച 2 ദിവസമായിട്ട് നമ്മൾ 2 തവണയായിട്ട് നമ്മളത് പൂർത്തീകരിച്ചു. അവിടെ അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഇതാണ്: സംസ്കൃത ഭാഷയെ നമ്മൾ എത്രമാത്രം അവഗണിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് പരിശോധിക്കേണ്ടത്. സംസ്കൃതം എന്ന് പറയുമ്പോൾ അത് ദേവഭാഷ എന്ന വിശദീകരണത്തിൽ നമ്മൾ മനുഷ്യർക്കെന്തിനാണ് ദേവഭാഷ എന്ന സങ്കല്പത്തിലാണ് ഇപ്പോഴെത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് സംസ്കൃതത്തെ സ്വീകാര്യമാകാതെ പോയി. നമ്മുടെ ദേശത്തിൻ്റെ, ഭാരതത്തിൻ്റെ സ്വന്തം ഭാഷ നമുക്ക് സ്വീകാര്യമല്ലാതെ പോയി. എന്നാൽ അക്കാലത്ത് നമ്മൾ ഈ ചർച്ച ഈ സ്വാമിജി യൂറോപ്യൻ പര്യടനം നടത്തുന്ന സന്ദർഭത്തിൽ, അതായത് ഏതാണ്ട് 130 വർഷം മുമ്പ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ സംസ്കൃതത്തിനൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നെന്നും അതിനൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. അതേസമയം സംസ്കൃതത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ സംസ്കൃതം ഉപേക്ഷിച്ച എല്ലാം തന്നെ നാശത്തിന് വിധേയമായി എന്ന് നമുക്ക് കാണാം. സംസ്കൃതം സ്വീകരിച്ചവ മാത്രമേ നിലനിന്നിട്ടുള്ളൂ. സംസ്കൃതം ഉപേക്ഷിച്ചതെല്ലാം നാശമായിപ്പോയി. ഇപ്പം ഏറ്റവും ആധുനികമായ ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ, സ്വാമിജിയുടെയൊക്കെ ആ ഒരു ഘട്ടം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ പോലും ഇന്ന് ശ്രീരാമകൃഷ്ണ വചനാമൃതവും ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനവും അല്ലെങ്കിൽ ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും നിലനിന്ന് പോകുന്നതിൻ്റെ പിന്നിൽ സംസ്കൃത ഭാഷയെ അത്രമാത്രം ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന സ്വപ്രഭാനന്ദ സ്വാമിയെ പോലുള്ളവർ ഇതിൻ്റെയൊക്കെ ആചാര്യ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സംസ്കൃതം എന്നതൊരു അസംസ്കൃത ഭാഷ എന്നുള്ള നിലയിൽ വന്ന ഒരു സമൂഹത്തിൻ്റെ യാഥാസ്ഥിതിക സ്വഭാവത്തിനനുസരിച്ചാണ് നമ്മുടെ ഈ കാലം നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഘട്ടത്തിലാണ് നശിച്ചു പോയത് എന്ന് നോക്കാം. ഏതൊക്കെയാണ് നശിച്ചു പോയത്? അതായത് ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിന്ന ബുദ്ധമതം ഇന്നില്ല. ബുദ്ധമതം ഇന്ന് തീരെ ഇല്ലാതായി. അതേപോലെ ബ്രഹ്മസമാജം അതില്ലാതായി. അതേപോലെ ആര്യസമാജം അതില്ലാതായി. അങ്ങനെ പലതും ഇല്ലാതായി. എന്നാൽ ആലോചിക്കണം, അതിനൊക്കെ മുമ്പേ നിലവിൽ വന്ന ഏതാണ്ട് 600 നൂറ്റാണ്ട് കാലഘട്ടം മുതൽ നിലനിന്നു പോന്ന ശങ്കരാചാര്യർ, ആദിശങ്കരാചാര്യരുടെ കൃതികളും ശങ്കരാചാര്യരുടെ ആ ഒരു വഴിയുമെല്ലാം ഇന്നും സജീവമായി നിലനിൽക്കുന്നു ഭാരതത്തിൽ. ഇന്നത്തെ വേദാന്തം നിലനിൽക്കുന്നത് തന്നെ ശങ്കരഭാഷ്യം വന്നതുകൊണ്ടാണ്. സംസ്കൃതം എങ്ങനെയൊക്കെയാണോ ശങ്കരാചാര്യർ പരിപോഷിപ്പിച്ചത്, തുടർന്ന് വന്ന ആ ഒരു ഫോളോവേഴ്സ് ഉൾപ്പെടെ അതിനെ എങ്ങനെ പരിപോഷിപ്പിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. സംസ്കൃതത്തെ അത്രമാത്രം പ്രാധാന്യവൽക്കരിച്ചത് കൊണ്ടാണ് ശങ്കരഭാഷ്യം ഇന്നും ഈ ആധുനിക സമൂഹത്തിലും പഠന വിഷയമാകുന്നു, നിലനിൽക്കുന്നു. ശങ്കരാചാര്യരുടെ പേരിൽ യൂണിവേഴ്സിറ്റികൾ വരെ ഉണ്ടാകുന്നു.
ശങ്കരാചാര്യരുടെ പേരിൽ ശങ്കരാചാര്യർ സ്ഥാപിച്ച എല്ലാ മഠങ്ങളും സജീവമായി പ്രവർത്തിക്കുന്നു. ബാക്കി ബുദ്ധമതം ഉൾപ്പെടെ ജൈനമതം ഉൾപ്പെടെ എല്ലാം നാമാവിശേഷമായി, സംസ്കൃതം ഉപേക്ഷിച്ചവരെല്ലാം നാമാവിശേഷമായി എന്നുള്ള ഒരു ചരിത്ര വസ്തുത കൂടെ നമുക്കിവിടെ ഓർമ്മിപ്പിക്കാനുണ്ട്. അപ്പം അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ നമ്മൾ മാക്സ് മുള്ളറുടെ ചർച്ചയുടെ പരിസമാപ്തി എന്ന് പറയുന്നതാണ്. അപ്പം ഇവിടെ രാമനും കൃഷ്ണനും തന്നെയാണ് ഭാരതീയ സംസ്കൃതിയുടെ ആധ്യാത്മിക സ്രോതസ്. ഇപ്പോഴും രാമനും കൃഷ്ണനും തന്നെയാണ് ഇപ്പോഴും, അതാണ് നമ്മുടെ ആധ്യാത്മിക സ്രോതസ്. അത് 20-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ ശ്രീരാമകൃഷ്ണനായി വീണ്ടും അവതരിക്കുകയാണ്. 20-ാം നൂറ്റാണ്ടിൽ നിന്ന് കുതിക്കേണ്ട ഭാരതത്തെ ശ്രീരാമകൃഷ്ണദേവൻ ഏൽപ്പിച്ചത് സ്വാമി വിവേകാനന്ദനെയും സഹസന്യാസി സമൂഹത്തെയുമായിരുന്നു. അതാണ് നമുക്ക് കിട്ടിയ ഭാഗ്യം. അപ്പോൾ അവരെ പരിശീലിപ്പിച്ചെടുത്തു എന്നുള്ളത് ഭഗവാന്റെ വലിയ പരിശ്രമം കൂടിയായിരുന്നു. ആ സന്യാസി സമൂഹത്തെ പരിശീലിപ്പിച്ചെടുത്തു. ഇവിടെ നമ്മൾ വചനാമൃതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, നമ്മളീ പറഞ്ഞ 2-ാം അധ്യായത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഭഗവാൻ പറഞ്ഞ ഒരു വാക്കാണ്. അതായത് ആ 2-ാം ഭാഗത്തിൽ പാണ്ഡിത്യവും ശാസ്ത്രവും എന്നുള്ള സബ് ഹെഡിങ്ങിൽ തുടങ്ങുന്ന ഭാഗത്ത് ഭഗവാൻ പറയുന്നുണ്ട്, ഓരോരുത്തരുടെ പ്രകൃതിയെക്കുറിച്ച്, അതായത് ഒരാളുടെ പ്രകൃതമാണ് അല്ലെങ്കിൽ ആ പ്രകൃതമാണ് അയാളെ നയിക്കുന്നത് എന്നുള്ളത്. നവദ്വീപ ഗോസ്വാമി സംസ്കൃതം പഠിച്ച് ഉപനിഷത്ത് തത്വങ്ങളെയും വേദത്തെയും അറിയണമെന്ന് സ്വന്തം മകനെ പ്രേരിപ്പിക്കുകയാണ് ഉണ്ടായത്. അതാണ് ശ്രീരാമകൃഷ്ണദേവനോട് വന്ന് പറഞ്ഞ ഭാഗം നമ്മൾ കണ്ടത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞ ഒരു മറുപടി, ശാസ്ത്രം അധികം പഠിച്ചാൽ അതും കേടാണ്. ഇപ്പോൾ ഗോസ്വാമി വന്ന് പറഞ്ഞത് എന്താണ്? ശ്രീരാമകൃഷ്ണദേവനോട് ഗോസ്വാമി പറഞ്ഞത്, എൻ്റെ മകനെ ശാസ്ത്രം പഠിപ്പിക്കാൻ ഞാൻ സംസ്കൃത ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ വേദം, ഋഗ്വേദം ഉൾപ്പെടെ വേദം ഉപനിഷത്തും ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി, അത് പക്ഷേ ഇംഗ്ലീഷ് പരിഭാഷയായിരുന്നു എന്നൊക്കെ പറഞ്ഞു വന്നതാണ്. അപ്പോൾ ഭഗവാൻ അയാളോട് പറഞ്ഞ മറുപടി, ശാസ്ത്രം അധികം പഠിക്കാൻ ശ്രമിച്ചാൽ അതും കേടാണ്. മനുഷ്യരുടെ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. ശാസ്ത്രം എന്ന് പറയുന്നത് സയൻസ് അല്ല, നമ്മുടെ ഈ ആധ്യാത്മിക ശാസ്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ ആ ഭാഗമാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ സയൻസ് എന്നുള്ള തെറ്റിദ്ധാരണ, സയൻസ് എന്നല്ല, ഇത് നമ്മുടെ ഉപനിഷത്തുകൾ വേദങ്ങൾ ഉൾപ്പെടുന്ന ബ്രഹ്മസൂത്രം അങ്ങനെ വരുന്ന ആ ഒരു ശ്രേണി. ഇപ്പം മനുഷ്യരുടെ ഒരു പ്രശ്നത്തെയാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിച്ചത്. അല്ല ഭഗവാൻ അതിനെ തള്ളിപ്പറയുകയോ അത് മോശമാണെന്ന് പറയുകയോ അല്ല ചെയ്തത്. മനുഷ്യരുടെ ഒരു പ്രശ്നം ഇവിടെ ഭഗവാൻ മുന്നോട്ട് വെക്കുകയാണ്. എന്താണ് ആ പ്രശ്നം? ഏതൊന്നിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ ശ്രമിക്കുന്നുവോ ഒടുവിൽ അതിൽ മുങ്ങിപ്പോവുകയാണ് മനുഷ്യന് പറ്റുന്നൊരു പ്രകൃതം. ഏതൊന്നിലാണോ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണാത്മകമായി മുന്നോട്ട് പോകുന്ന മനുഷ്യ പ്രകൃതം എന്താണ്? അതിനകത്തങ്ങ് മുങ്ങിപ്പോവും. അപ്പോൾ ഭഗവാൻ പറഞ്ഞത്, ഈ ശാസ്ത്രമെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങൾ പഠിച്ച് പണ്ഡിതനാകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ആ ഗ്രന്ഥത്തിൻ്റെ സാരം മാത്രമേ ഗ്രഹിക്കാവൂ. ആ ഗ്രന്ഥത്തിൻ്റെ സാരമാണ് ഗ്രഹിക്കേണ്ടത്. എന്നാൽ മുങ്ങുന്നത് ആ സാരത്തിൽ മുങ്ങിപ്പോകരുത്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഗ്രന്ഥത്തിലല്ല മുങ്ങേണ്ടത്, ഗ്രന്ഥം നിർവചിക്കുന്ന ആ ഒരു വഴിയിലല്ല മുങ്ങിപ്പോകേണ്ടത്, മറിച്ച് ആ ഗ്രന്ഥത്തിൻ്റെ സാരം ഉൾക്കൊണ്ട് ഈശ്വരലാഭം എന്ന ലക്ഷ്യത്തിലേക്ക് പോയാലേ ഗുണമുള്ളൂ ആ ഗ്രന്ഥം കൊണ്ട്. മനുഷ്യൻ്റെ ഒരു പ്രകൃതം വെച്ച് പറയുമ്പോൾ സംഭവിക്കുന്നത്, ഭഗവാൻ സൂചിപ്പിച്ചത്, ആ ഗ്രന്ഥത്തെയാണ് പിന്തുടരുന്നത്. ഗ്രന്ഥത്തെ പിന്തുടർന്നിട്ട് ഒരു കാര്യമില്ല. ഭഗവാൻ പറയുന്നു, ആ ഗ്രന്ഥം ഈശ്വരലാഭത്തിനുള്ള ഒരു ദിശാബോധം മാത്രമേ ദിശാബോധമായിട്ടേ എടുക്കാവൂ. അല്ല ഗ്രന്ഥത്തിനകത്ത് കുടുങ്ങിപ്പോയാൽ പിന്നെ ഈശ്വരലാഭത്തെ നമ്മൾ എന്തിനാണ് ഗ്രന്ഥം പഠിക്കുന്നത്?
ഇപ്പോൾ ഉപനിഷത്ത് പഠിച്ചാലും ശരി, വേദങ്ങൾ എന്തിനാണ് ആ വേദാർത്ഥം പഠിച്ചിട്ട് എന്താണ്? ഈശ്വരലാഭത്തിന് വേണ്ടിയുള്ള വഴിയെ സഞ്ചരിക്കാനുള്ള ഒരു മാർഗദർശി മാത്രമാണ് ഈ ഗ്രന്ഥം. അതിന് പകരം ആ ഗ്രന്ഥത്തിൽ കുടുങ്ങിപ്പോയാൽ, ആ ഗ്രന്ഥത്തിനകത്ത് പെട്ടുപോയാൽ, അതാണ് നമ്മൾ മലയാളത്തിലൊക്കെ പുസ്തകപ്പുഴു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നത്. ഞാനിത് അതിൻ്റെ അകത്തൊരു എൻ്റെ ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം. ഈ ഒരു ബ്രഹ്മസൂത്രത്തെക്കുറിച്ച് ഒരു ചർച്ചയിൽ യാദൃച്ഛികമായി പങ്കെടുത്തു. അത് കേൾക്കാനായിട്ട്, ആ സദസ്സിൽ ഇരുന്ന് കേൾക്കുന്നതിനായിട്ട് വളരെ മനോഹരമായിട്ടാണ് ബ്രഹ്മസൂത്രത്തിൻ്റെ ആ വിഷയം സംബന്ധിച്ച് ആ ചർച്ച അവിടെ ആ പ്രഭാഷണം നടക്കുന്നതും ചർച്ചയായിട്ടാണ്. അല്ലാതെ ഒരു പ്രഭാഷണം ഒരു വൺ വേ ട്രാഫിക് ആയിട്ടല്ല. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്ന രീതിയിലാണ്. അതുകൊണ്ട് അത് വളരെ നല്ലതാണ്. കേൾക്കുന്നവർക്ക് സംശയങ്ങൾ ചോദിക്കാം, ആ പറയുന്ന ആചാര്യൻ അതിനെക്കുറിച്ച് മറുപടി പറയും. അങ്ങനെയാണ് അത് പോകുന്നത്. ബ്രഹ്മസൂത്രമാണ് വിഷയം. അപ്പോൾ ഈ ഇവിടെ ഭഗവാൻ പറഞ്ഞ എന്താണ്? ബ്രഹ്മസൂത്രമായാലും ശരി, ഏതൊരു വേദാന്തമായാലും ശരി, ഈശ്വരനെ കിട്ടുമോ ഇല്ലയോ, ഇതായിരിക്കണം ചോദ്യം. നമ്മൾ ഗ്രന്ഥത്തിൻ്റെ വിവിധാംശങ്ങളിലേക്കല്ല ചോദ്യങ്ങൾ പോകേണ്ടത്, മറിച്ച് ആ ഗ്രന്ഥം നമ്മെ ഈശ്വരനിൽ എത്തിക്കുമോ ഇല്ലയോ, ഇത്തരം ചോദ്യങ്ങളാണ് ഉണ്ടാകേണ്ടത്. അത് ഗീതയെക്കുറിച്ച് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ ഈ വചനാമൃതത്തിൽ ആ ഭാഗം, ഈ രണ്ടാം ഭാഗത്തിൻ്റെ ആ പാണ്ഡിത്യവും ശാസ്ത്രവും എന്നുള്ള ഭാഗത്ത് ഭഗവത്ഗീത ഉദ്ധരിക്കുന്നുണ്ട് ഭഗവാൻ. അതായത് ഗീത 18-ാം അധ്യായം, അതായത് ഗീത 18 അധ്യായവും 700 ശ്ലോകവും പദാനുപദം പഠിക്കുന്നു. ഗീത 18 അധ്യായവും 700 ശ്ലോകവും കാണാപ്പാഠം പഠിക്കുകയാണ്. അതുകൊണ്ട് അപ്പം ഭഗവാൻ ഇവിടെ പറഞ്ഞെന്താ? ഈ 18 അധ്യായം 700 ശ്ലോകവും കാണാതെ പഠിക്കുന്നു എന്നുള്ളത് കുഴപ്പമില്ല. പക്ഷെ ആ കാണാതെ പഠിക്കുന്നതിലല്ല നിൽക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഭഗവാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സാരം ഗ്രഹിച്ച് ഈശ്വരനിലേക്ക് പോകണം. അപ്പം അവിടെ സാരം എന്താണ്? ഭഗവാൻ വളരെ സിമ്പിളായിട്ട് പറയും, ഈ 18 അധ്യായവും നിങ്ങൾ വായിച്ച് 700 ശ്ലോകവും നിങ്ങൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ആകെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ വാക്കാണ് ത്യാഗി, ത്യാഗി, ത്യാഗി. ഭഗവാൻ അത് വളരെ വ്യക്തമായിട്ട് ഗീതയുടെ ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ പറയുന്നുണ്ട്. ഗീതയുടെ സാരം എന്തെന്നാൽ, ഹേ ജീവ, സർവവും ത്യജിച്ച് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധന ചെയ്യൂ. ത്യജിക്കുക, ത്യാഗി, ത്യാഗി, ത്യാഗി. അപ്പോൾ ഗീതയുടെ സാരാംശം ത്യാഗിയാണ്. അപ്പോൾ ത്യാഗിയാകാത്തിടത്തോളം കാലം ഈ 700 ശ്ലോകവും കാണാതെ പഠിക്കുന്നത് കൊണ്ട് ജീവാത്മാവിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതാണ് ഗ്രന്ഥത്തിൽ കുടുങ്ങരുതെന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. വളരെ രസകരമായിട്ടാണ് ഭഗവാൻ ഇവിടെ അത് സൂചിപ്പിച്ചത്. ഇത്രയും ഭംഗിയായിട്ട് എങ്ങനെ ഒരു ഉദാഹരണം പറയാൻ പറ്റും? ഗീതാർത്ഥം തപ്പിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഗ്രന്ഥങ്ങളുണ്ട്. 100, 200, 300 ദിവസങ്ങൾ ഇങ്ങനെ നിരന്തരം ചർച്ച ചെയ്യാനുള്ള വിഷയമുണ്ട്. നമ്മൾ ചുറ്റുപാടും അത്തരം വിഷയങ്ങൾ ധാരാളം കേൾക്കുന്നുണ്ട്. നമുക്ക് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു ത്യാഗി, ഒറ്റ വാക്ക്, തീർന്നു. ഗീത തിരിച്ചിട്ടാൽ മതി, കാര്യം തീർന്നു. നമുക്ക് പുസ്തകം ക്ലോസ് ചെയ്ത് പോകാം, കൂടുതലൊന്നും വിശദീകരിക്കേണ്ട, പുസ്തകം ക്ലോസ് ചെയ്യുക, പൊക്കോളുക. ത്യാഗി പറ്റുമോ? ത്യാഗിയാണെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ ലാഭം ഉണ്ടാവും, ഈശ്വരനിലേക്ക് പോകാം. ഇല്ലേ, ഈ 700 ശ്ലോകം കാണാതെ പഠിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാനേ പറ്റൂ. അതാണ് ഭഗവാൻ അവിടെ നവദ്വീപ ഗോസ്വാമിയായിട്ട് നടത്തുന്ന ഒരു ചർച്ച. ഇവിടെ അതാണ് പറയുന്നത്. ആ ചർച്ചയിൽ തന്നെ നവദ്വീപ ഗോസ്വാമി വചനാമൃതത്തിൽ ആ ചർച്ചയിൽ ഭഗവാൻ ഒരു കാര്യം പറയുന്നുണ്ട്. കൃഷ്ണൻ അർജുനനോട് ചോദിച്ചു, നീ യുദ്ധം ചെയ്യുകയില്ലേ? നീ യുദ്ധം ചെയ്യുകയില്ലേ? കൃഷ്ണൻ അർജുനനോട് ചോദിച്ചു, നീ യുദ്ധം ചെയ്യുകയില്ലേ? അതായത് അർജുനൻ തേർത്തട്ടിൽ യുദ്ധം ചെയ്യില്ല എന്നും പറഞ്ഞിരിക്കുകയാണ്. ഞാൻ തളർന്നു എന്നും പറഞ്ഞിരിക്കുകയാണ് അർജുനൻ. അപ്പോൾ കൃഷ്ണൻ ചോദിക്കുകയാണ് അർജുനനോട്, നീ യുദ്ധം ചെയ്യില്ലേ? അത് ശരി, നീ യുദ്ധം ചെയ്യില്ല എന്നുള്ള വാശി പിടിച്ചിരിക്കാൻ പോവുകയാണോ? എന്നിട്ട് ഭഗവാൻ അടുത്ത വാക്ക് പറഞ്ഞ എന്താണ്? ആര് പറഞ്ഞു
നീ വിചാരിച്ചാലും നിനക്ക് യുദ്ധം ചെയ്യാതിരിക്കാനാവില്ല. ഗീതയുടെ ഇത്രയും രസകരമായ ഒരു ഇന്റർപ്രിട്ടേഷൻ ഈ വചനാമൃതത്തിൽ ഭഗവാന്റെ വാക്കുകളിൽ എത്ര ലളിതവും എത്ര ഹൃദ്യവും എത്ര സൂക്ഷ്മവും എത്ര ചുരുങ്ങിയതുമാണ് ഇന്റർപ്രിട്ടേഷൻ. കൃഷ്ണ അർജുന, നീ യുദ്ധം ചെയ്യില്ലെന്നാണോ പറയുന്നത്? പക്ഷെ നീ ചെയ്യും. കാര്യം നിന്റെ പ്രകൃതം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിനക്ക് നിന്റെ പ്രകൃതം തന്നെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. നീ ക്ഷത്രിയനാണ്, നിന്റെ പ്രകൃതം യുദ്ധം ചെയ്യുക, അപ്പോൾ നീ യുദ്ധം ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഗീതയിലെ വളരെ ആ ഭാഗം, ഗീതയെ സംബന്ധിച്ച് ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് നോക്കാം. ആ ഗീതയുടെ ആ ഭാഗം നോക്കാം. 18-ാം അധ്യായത്തിൽ നമുക്ക് ആ ഗീതാ ഭാഗം ഒന്ന് പരിശോധിക്കാം. ഭഗവാൻ പറഞ്ഞ ആ ഭാഗത്തിൻ്റെ ആ ഗീതാ ഭാഗം കൂടെ അറിയുമ്പോഴാണ് ആ ഭാഗം എത്ര നമുക്കത് കൂടെ ആസ്വാദ്യത വരുള്ളൂ. ഗീതയുടെ 18-ാം അധ്യായത്തിലെ 57, 58, 59 ഇത്രയും ഈ 3 ശ്ലോകങ്ങൾ ചേർത്താലേ ഭഗവാൻ ഇവിടെ 59-ാമത്തതാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഫുട് നോട്ടിൽ, വചനാമൃതത്തിൻ്റെ ഫുട് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് 59-ാമത്തതാണ്. പക്ഷെ 57ഉം 58ഉം കൂടെ ചേർത്ത് വേണം നമ്മളത് വായിക്കുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാകുന്നത്. 59 ഭഗവാൻ ഇവിടെ പറഞ്ഞത് എന്താണ്? ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ ശ്ലോകം 59-ാമത്തെ ശ്ലോകമാണ്. അത് പറഞ്ഞത് ഇതാണ്: യദഹങ്കാരമാശ്രിത്യ നയോത്സ്യ ഇതി മന്യസേ മിഥൈഷ വ്യവസായസ്തേ പ്രകൃതിസ്ത്വാൻ നിയോക്ഷ്യതി. നീയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് കരുതി നീ യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനമെടുത്താലും നിന്റെ തീരുമാനം വെറുതെയാണ്. കാരണം നിന്റെ സ്വഭാവം പ്രകൃതി നിന്നെ യുദ്ധം ചെയ്യിക്കും. നിനക്കതിൽ നിന്ന് പോകാൻ പറ്റില്ല. ശ്രീരാമകൃഷ്ണൻ ഇവിടെ തുടർന്ന് നൽകുന്നൊരു വിശദീകരണമുണ്ട്. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഭുവനമോഹിനിയായ ഈ മായയുടെ ഐശ്വര്യം എനിക്കാവശ്യമില്ല, എനിക്കാവശ്യം അങ്ങയെയാണ്. ശ്രീരാമകൃഷ്ണദേവൻ ഈ ഭാഗത്ത് എങ്ങനെയാണ് നമ്മൾ ഈ കാര്യത്തെ സമീപിക്കേണ്ടത്, അതായത് നമ്മൾ ഈ ഇഹലോക ജീവിതം നയിക്കുന്ന അർജുനനെ പോലുള്ള നമ്മളാണ് അർജുനൻ എന്ന് കാണുക. ഇവിടെ നമ്മൾ അർജുനനാണ്. അപ്പം നമ്മൾ അർജുനനാകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വിചാരിക്കേണ്ടത്. അതിന് ഭഗവാൻ തന്നെ ഉദാഹരണമായി, ശ്രീരാമകൃഷ്ണദേവൻ തന്നെ ഉദാഹരണമായി ശ്രീരാമകൃഷ്ണദേവനെ ഉദാഹരിച്ചുകൊണ്ട് പറയുകയാണ്. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് എങ്ങനെയായിരിക്കും? അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഭുവനമോഹിനിയായ ഈ മായയുടെ ഐശ്വര്യം എനിക്കാവശ്യമില്ല, എനിക്കാവശ്യം അങ്ങയെയാണ്. അങ്ങനെ വേണം അർജുനൻ കൃഷ്ണനോട് മറുപടി പറയേണ്ടിയിരുന്നത്. എനിക്കാവശ്യം അങ്ങയെയാണ്. ഇത് ഈ ഭുവനത്തെ ഈ ഭുവനം മോഹിനിയായി നിൽക്കുകയാണ്. ആ മോഹവലയമാണ് ഇപ്പോൾ മുന്നിൽ കാണുന്ന ഈ യുദ്ധരംഗങ്ങളെല്ലാം, ഈ യുദ്ധസന്നാഹങ്ങളെല്ലാം. എനിക്കതൊന്നും വേണ്ട. ഈ തേർത്തട്ടിൽ തളർന്നിരുന്ന് എനിക്ക് യുദ്ധം ചെയ്യില്ല എന്നല്ല അർജുനൻ പറയേണ്ടിയിരുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ ഭഗവാൻ അത് പറയുകയാണ്, ഭഗവാനായിട്ട് പറയുകയാണ്. അങ്ങനെയല്ല അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ ഭഗവാന്റെ അവതാരം തന്നെയാണ്. അപ്പം ഇത് വേദവ്യാസൻ വിശദീകരിച്ചതിനപ്പുറം ശ്രീരാമകൃഷ്ണദേവൻ ഈ കാലഘട്ടത്തിൽ വന്ന് നമ്മോട് പറയുന്നു. ശ്രീരാമകൃഷ്ണദേവൻ ഈ കാലഘട്ടത്തിൽ, ഈ 20-ാം നൂറ്റാണ്ടിൽ നിന്ന് പറഞ്ഞത് എന്താണ്? ഞാൻ യഥാർത്ഥത്തിൽ അർജുനനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? യുദ്ധം ചെയ്യില്ല എന്നല്ല അർജുനൻ പറയേണ്ടത്. പകരം ഈ ഭുവനമോഹിനിയായ ഈ മായയെല്ലാം അങ്ങെടുത്തോളൂ, എനിക്ക് വേണ്ട, പക്ഷെ എനിക്കാവശ്യം അങ്ങയെയാണ്. അതായത് കൃഷ്ണനെ തന്നെ, ഭഗവാൻ കൃഷ്ണനെ കൃഷ്ണനിലേക്കൊരു സമർപ്പിത ബുദ്ധി അർജുനന് വന്നിരുന്നുവെങ്കിൽ അർജുനൻ ഒരിക്കലും ഈ മായാവലയത്തിൽപ്പെട്ട് തളർന്നിരിക്കില്ലായിരുന്നു. കൂടെയുള്ളത് കൃഷ്ണനാണ്, കൃഷ്ണൻ മുൻവശത്തിരുന്ന് നയിക്കുന്നു എന്നുള്ള ബോധം പോലും ഇല്ലാതായിപ്പോയി. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്. ഞാൻ ആ അർജുനനിൽ നിന്ന്, ശ്രീരാമകൃഷ്ണദേവനാണ് മുന്നിലിരിക്കുന്നത്, ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ, ഞാൻ പ്രതീക്ഷിച്ചത് അർജുനനിൽ നിന്ന് ഈ ഉത്തരമല്ല, ഞാൻ പ്രതീക്ഷിച്ചത് ഇപ്പോൾ ഈ പറഞ്ഞ ഉത്തരമാണ്. എനിക്കാവശ്യം അങ്ങയെയാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണം എന്താണ് ശരിക്കും? അതാണ് ഈ ശ്ലോകത്തിന് തൊട്ടു മുമ്പുള്ള
58-ാം ശ്ലോകത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ 57, 58, 59 ഒന്നിച്ച് നോക്കണം എന്ന് പറയുന്നത്. അപ്പം ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചത് ഈ ഉത്തരമല്ല, ഞാൻ പ്രതീക്ഷിച്ചത് നിനക്ക് ഇതെല്ലാം എനിക്ക് ആവശ്യമില്ല, എനിക്ക് ആവശ്യം അങ്ങയെ മാത്രമാണ് എന്നാണ്. അല്ലാതെ അർജുനൻ അവിടെ പറഞ്ഞത് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഗുരുക്കന്മാരാണ്, പിതാമഹന്മാരാണ്, ബന്ധുക്കളാണ്, അവരോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യുമെന്നാണ് അർജുനൻ പറഞ്ഞത്. കൃഷ്ണൻ അതല്ല ഉദ്ദേശിച്ചത്, കൃഷ്ണൻ അങ്ങനെ ആഗ്രഹിച്ചില്ല. കൃഷ്ണൻ പറയുന്നത് നീ അതൊക്കെ മായാബന്ധനമാണ്. അർജുന മായാബന്ധനത്തിൽപ്പെട്ടിട്ടാണ് യുദ്ധം ചെയ്യാൻ തളർന്നിരുന്നു എന്ന് പറയുന്നത്. മുന്നിൽ നിൽക്കുന്നത് ചിറ്റപ്പനും അമ്മാവനും മരുമോനും ഒക്കെ നിരന്നു നിന്നപ്പോഴാണ്. ആ കുടുംബ ബന്ധത്തിൻ്റെ മായാബന്ധനത്തിലായിരുന്നു. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, ഞാൻ അതല്ല പ്രതീക്ഷിച്ചത് ഉത്തരം. ഇവരെയൊന്നും അല്ല എനിക്ക് ആവശ്യം, എനിക്ക് ഭഗവാനെയാണ് ആവശ്യം. പിന്നെ ഇവരൊക്കെ ആരായാലെന്ത്, എങ്ങനെ പോയാലെന്ത്? ആ ഉത്തരമാണ് ഞാൻ അർജുനനിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ഇത് ഗീതയിൽ അർത്ഥത്തിലില്ല. ഗീതാ ശ്ലോകം നമ്മൾ അർത്ഥം വിവരിക്കുമ്പോൾ ഇത് കിട്ടില്ല, ഇത് വചനാമൃതത്തിൽ നിന്നേ കിട്ടുള്ളൂ. അപ്പോൾ ഭഗവാൻ ഈ പറഞ്ഞത് എന്താണ് എന്ന്, എന്തുകൊണ്ടാണ് ഭഗവാൻ ഇത് ആഗ്രഹിച്ചത്? നീ എന്നിൽ അല്ലെങ്കിൽ നീ എന്നെ മതി എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ എന്ന് പ്രത്യാശ പ്രകടിപ്പിക്കാൻ കാരണമെന്ത് ശ്രീരാമകൃഷ്ണദേവൻ? അതാണ് 58-ാമത്തെ ശ്ലോകത്തിലാണ് അത് വിവരിക്കുന്നത്. മച്ചിത്ത സർവ ദുർഗാണി മത്പ്രസാദാത്തരിഷ്യസി അധ ചേത്വമഹങ്കാരാൻ നശ്രോഷ്യസി വിനക്ഷ്യസി. നീയാണെല്ലാം ചെയ്യുന്നതെന്ന ഭാവം വിട്ട് എന്നെയാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ വിജയിക്കാൻ നിനക്ക് പറ്റും. അതാണ് നീ മറ്റെല്ലാം വിടാൻ പറഞ്ഞത്. നീയാണ് എല്ലാം ചെയ്യുന്നതെന്ന ഭാവം വിട്ട് എന്നെയാണ് നീ ആശ്രയിക്കുന്നതെങ്കിൽ വിജയിക്കാൻ നിനക്ക് കഴിയും. അല്ലെങ്കിലോ സ്വയം പണ്ഡിതനാണെന്ന ഭാവത്തിൽ ഇരുന്നാൽ നീ നശിച്ചു പോകും. നിന്റെ ഇവിടെ പാണ്ഡിത്യം എന്ന് ഉദ്ദേശിച്ചത് അർജുനന് സ്വന്തം ആയുധത്തിലും സ്വന്തം വില്ലാളി വീരനാണെന്നുള്ള ബോധത്തിലും ആയുധ ബലത്തിൽ താൻ ആ വിദ്യയിൽ താൻ ഒരു വലിയ അഗ്രഗണ്യനാണ് എന്നുള്ള സവ്യസാചിയാണ്, വിജയനാണ്, അങ്ങനെയുള്ളൊരു ബോധത്തിൽ നിൽക്കുന്ന അർജുനാണ്. ആ അർജുനോടാണ് പറഞ്ഞത് നീയാണ് എല്ലാം ചെയ്യുന്നു എന്നുള്ളത് തെറ്റ്, ആ ഭാവം വിട്ട് നീ എന്നെ ആശ്രയിച്ചിരുന്നെങ്കിൽ എന്ന് ശ്രീകൃഷ്ണൻ അവിടെ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ നീ ചെയ്യേണ്ടത് എന്താണ്? അതാണ് അടുത്ത 57-ാമത്തെ ശ്ലോകത്തിൽ വരുന്നത്. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്തഃ സതതം ഭവ. വളരെ നിസാരം. നീ എന്നിൽ തന്നെ ബുദ്ധി ഉറപ്പിച്ച് നിന്റെ എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിച്ചാൽ, എന്നെ തന്നെ സ്മരിച്ചങ്ങ് ഇരുന്നാൽ മതിയിരുന്നു, ഈ യുദ്ധം നീ ജയിക്കും. നിനക്ക് പിന്നൊന്നും ആലോചിക്കേണ്ട കാര്യം, യുദ്ധം ചെയ്യുന്നത് പിന്നെ ഞാനാണ്. അത് അർജുനന് അവസാനം യുദ്ധം തീരുമ്പോൾ അർജുനന് മനസ്സിലാവും ആ കാര്യം. എന്തുകൊണ്ടെന്നാൽ യുദ്ധാവസാനം ആകെ 8 പേരാണ് അവശേഷിക്കുന്നത്. അപ്പോൾ അവസാനിക്കുന്ന ആ ബാക്കി എല്ലാം പോയി. അപ്പോൾ എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഈ പഞ്ചപാണ്ഡവരെല്ലാം ഇനി രഥത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അർജുനൻ ഇറങ്ങാൻ, അപ്പോൾ ആ യുദ്ധനീതി അനുസരിച്ച് തേരാളിയാണ് യോദ്ധാവിനെ കൈപിടിച്ചിറക്കേണ്ടത്. അപ്പോൾ തേരാളി ആദ്യം തേരിയിൽ നിന്ന് ഇറങ്ങി താഴെ നിന്നിട്ട് യോദ്ധാവിനെ കൈപിടിച്ച് ഇറക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രോട്ടോകോൾ. ഇവിടെ ശ്രീകൃഷ്ണൻ പറഞ്ഞത് നീ ഇറങ്ങിപ്പൊക്കോ എന്നാണ് പറഞ്ഞത്. യുദ്ധമൊക്കെ കഴിഞ്ഞ് നീ ഇറങ്ങിപ്പൊക്കോ, എന്നിട്ട് ദൂരെ പോയി നിൽക്കാൻ പറഞ്ഞു, വളരെ ദൂരെ പോയി നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ദൂരെ പോയി നിന്ന് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അർജുനൻ കാണുന്നത് ശ്രീകൃഷ്ണൻ തേരിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തേര് പോലുമില്ല. അതൊക്കെ ഛിന്ന ഭിന്നമായി തകർന്നു പോയിട്ട് എത്രയോ ദിവസങ്ങളായി. ഈ യുദ്ധത്തിൻ്റെ ഏതോ സന്ദർഭത്തിൽ ഈ തേരെല്ലാം തകർന്നു കഴിഞ്ഞിരുന്നു. കാര്യം എല്ലാവരും ഉന്നം വച്ചിരുന്നത് അർജുനനെയാണ്. കാരണം അർജുനനെ തോൽപ്പിക്കുന്നതാണ് ആ യുദ്ധം ജയിക്കാനുള്ള ഏക മാർഗമെന്ന് കൗരവരുൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാ അസ്ത്രങ്ങളും എല്ലാ ഗദയും എല്ലാ ആയുധങ്ങളും അർജുനൻ്റെ തേരിന് നേരെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാം വന്ന് പ്രവഹിച്ച് ഈ തേരിനെ ഛിന്ന ഭിന്നമാക്കി കളഞ്ഞിരുന്നു പണ്ടേ. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതിൻ്റെ മുന്നിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ആ തേരുണ്ടെന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണ ഉണ്ടായത്. അവിടെ തേരൊന്നും ഇല്ലായിരുന്നു, ആ തേരൊക്കെ പോയിട്ട് നാളുകളായി, ഈ യുദ്ധത്തിനിടയിൽ തന്നെ പോയി. അതാണ് അതേസമയം ശ്രീകൃഷ്ണൻ ഇറങ്ങി അർജുനനെ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ തൊട്ടിരുന്നുവെങ്കിൽ
അർജുനൻ പിന്നെ കാണില്ല അവിടെ. ആ തേരോടുകൂടി അർജുനൻ ഇല്ലാതെ, കാര്യം ആ തേര് തകർന്നു പോയ പോലെ അർജുനും പൊട്ടിപ്പോയനെ. അതുകൊണ്ടാണ് അർജുനെ ആദ്യം ഇറക്കി വിട്ടത്. അപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞത് ഞാൻ അർജുനിൽ നിന്ന് അതാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്ന ഒരു ഇതെന്തിനാണ് ഇവിടെ ഇത് പറയുന്നത്, അതാണ് വേറൊരു രസം. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഇത് ഭഗവാൻ പറഞ്ഞു? ഈ ഒരു ഭാഗം ഈ ശ്രീകൃഷ്ണനുമായിട്ട് അർജുനൻ സംഭാഷണം ചെയ്യുന്ന ഭാഗമാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു വന്നത്. ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ശ്രീരാമകൃഷ്ണദേവൻ പെട്ടെന്ന് സമാധിസ്ഥനായിപ്പോയി. കാരണം ഭഗവാൻ അത് ആ സ്വസ്വരൂപത്തെ, ആ ശ്രീകൃഷ്ണ അവതാരത്തെയാണ് അപ്പോൾ ഉള്ളിൽ വഹിച്ചിരുന്നത്. ഇത് പറഞ്ഞപ്പോൾ, അതായത് കൃഷ്ണൻ അർജുനനോട് ചോദിച്ച് നീ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ അത് ഭഗവാനെ സംബന്ധിച്ച് അത് അന്നത്തെ ആ കാലഘട്ടത്തെ സാർത്ഥകമാക്കിയിരിക്കുകയാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ അർജുനനുമായി സംഭാഷണം ചെയ്യുന്ന അവസ്ഥയിലാണ് ഭഗവാൻ നിൽക്കുന്നത്. ഈ സമയത്ത് ഈ ഗോസ്വാമിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്, പക്ഷെ ഭഗവാന്റെ നിൽപ്പ് ശ്രീകൃഷ്ണൻ അർജുനന്റെ മുമ്പിൽ നിൽക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് വീണ്ടും ഭഗവാൻ സമാധിസ്ഥനായി, ആ അവസ്ഥയിൽ അങ്ങ് സമാധിസ്ഥനായി. അതായത് നോക്കിക്കൊണ്ടിരിക്കെ സർവ്വതും നിശ്ചലം, കണ്ണിമ പൂട്ടുന്നില്ല, ഭഗവാന്റെ ആ കണ്ണൊന്നും ചലിക്കുന്ന പോലുമില്ല, ശ്വാസം വിടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പോലും പറ്റുന്നില്ല. ഭജനാമൃതത്തിൽ അതിൻ്റെ വിവരണങ്ങൾ കൊടുക്കുകയാണ്. നവദ്വീപ ഗോസ്വാമിയും അദ്ദേഹത്തിൻ്റെ മകനും ഭക്തന്മാരും വിസ്മയസ്തബ്ധരായി ഈ രംഗം കണ്ട് നോക്കി നിൽക്കുകയാണ്. അതിമനോഹരമായൊരു ദൃശ്യം. അത് കഴിഞ്ഞ് അല്പമൊന്ന് ബോധം വന്നപ്പോൾ ഭഗവാൻ നവദ്വീപിനോട് പറഞ്ഞു, യോഗവും ഭോഗവും ഗോസ്വാമികളുടെ വംശത്തിൽ നിങ്ങൾക്ക് രണ്ടുമുണ്ട്, യോഗവുമുണ്ട് ഭോഗവുമുണ്ട്. ഇനി ഭഗവാനോട് പ്രാർത്ഥിക്കാൻ മാത്രം, നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഹൃദയപൂർവമായ ഒരു പ്രാർത്ഥന മാത്രം മതി നിങ്ങൾക്ക്. ഈ ഗോസ്വാമിക്ക് കൊടുക്കുന്ന ഉപദേശമാണ്, ഹൃദയപൂർവമായ ഒരു പ്രാർത്ഥന. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഭുവനമോഹിനിയായ ഈ മായയുടെ ഐശ്വര്യം എനിക്കാവശ്യമില്ല, എനിക്കാവശ്യം അങ്ങയെയാണ്. ഇത് ഈ ഉപദേശമാണ് ഗോസ്വാമിക്ക് കൊടുക്കുന്നത്. ആ ഉപദേശം ഗോസ്വാമിക്ക് കൊടുക്കാൻ ഒരു കാരണം ഉണ്ട്. അതാണ് തൊട്ട് മുമ്പേ അതിനെക്കുറിച്ചുള്ള വിവരണം പറഞ്ഞത്. ശ്രീരാമകൃഷ്ണദേവൻ ഈ ഗോസ്വാമിയോട് പറഞ്ഞു, ഗീത പഠിക്കുക എന്ന് പറഞ്ഞാൽ ത്യാഗിയാവുക എന്നാണ്. എല്ലാം ഉപേക്ഷിക്കുക, ത്യാഗം ചെയ്യുക, അതാണ് ഗീതാർത്ഥം. അതുകൊണ്ട് ഗീത എന്താണോ അത് ത്യാഗി ആയിത്തീരുക എന്നോ. അപ്പം എല്ലാം ഉപേക്ഷിക്കുക. അപ്പം ഗോസ്വാമിക്ക് സ്വാഭാവികമായി നമുക്കെല്ലാം ഉണ്ടാകുന്ന സംശയം തന്നെയാണ് ഗോസ്വാമിക്കും. അങ്ങനെ ത്യാഗം ചെയ്യാൻ ഒക്കുമോ? കാര്യം ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ ഇരിക്കുകയാണ്, മകനെയാണെങ്കിൽ ശാസ്ത്രം പഠിപ്പിച്ച് നന്നാക്കാൻ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് സാധ്യമാണോ? ത്യാഗം ചെയ്യാൻ എങ്ങനെ ഒക്കും, എവിടെ ഒക്കും, എങ്ങനെ ഒക്കും എന്നുള്ളതാണ്. അതിന് ശ്രീരാമകൃഷ്ണദേവൻ നൽകുന്ന മറുപടി, അതാണ് നമുക്ക് നൽകുന്ന മറുപടി. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഗീത 700 ശ്ലോകവും കാണാതെ പഠിച്ചു. ഇനി അതെല്ലാം കഴിഞ്ഞ് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ത്യാഗത്തിലേക്ക് നമ്മുടെ ത്യാഗമനോഭാവത്തിലേക്ക് നമ്മുടെ അവസ്ഥ മാറുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അത് നമ്മുടെ പ്രകൃതം. അപ്പോൾ അത് എന്തുകൊണ്ട്, അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ ത്യാഗിയാകാതെ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ത്യജിക്കാൻ പറ്റൂ എന്നുള്ളൊരു സംശയം നമ്മൾ സ്വാഭാവികമായി ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഗീത പ്രയോജനപ്പെടില്ലേ എന്നുള്ള ഒരു വിഷമവും വരും. അതാണ് ഭഗവാൻ ഗോസ്വാമിയോട് ഇവിടെ പറഞ്ഞത്, നിങ്ങൾക്ക് ചില ജോലികളുണ്ട്. അതായത് നമുക്ക് ഈ നിങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ കണ്ടാൽ മതി. ക്ഷേത്രാരാധനയുണ്ട്, അതൊക്കെ നിങ്ങൾ ഈ ലോകം ഉപേക്ഷിച്ചാൽ, അതായത് നിങ്ങൾ ഇതെല്ലാം ത്യജിക്കാൻ തയ്യാറായാൽ ഇതൊന്നും നടക്കില്ല. അതായത് നമ്മൾ ഈ ഭൂമിയിൽ, ഈ ജഗത്തിൽ നമ്മൾ ജന്മമെടുത്ത് വന്നതിൻ്റെ ചില ഉദ്ദേശങ്ങളുണ്ട്. അത് ഓരോ ജീവനും എന്തിനു വന്നു എന്നുള്ള ഉദ്ദേശം, അതിനാണ് വന്നത്. അല്ലാതെ ഇവിടെ വെറുതെ ഇരിക്കാൻ വന്നതല്ല. ഈ വന്നതിനൊരു ഉദ്ദേശമുണ്ട്. അപ്പം ആ ഉദ്ദേശം ഈ ത്യജിച്ചാൽ പിന്നെ ആ ഉദ്ദേശം നടക്കില്ല, അതുകൊണ്ട് അത് നടക്കാതെ പോകും. അങ്ങനെ ചെയ്താൽ പിന്നെ ദേവതാരാധന ആര് നടത്തും? ഇവിടെ ഗോസ്വാമിയെ സംബന്ധിച്ചാണ്. അല്ലെങ്കിൽ അപ്പം അതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആരാധന അല്ലെങ്കിൽ ഈ ജോലി, ഈ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഈ കർമ്മങ്ങൾ ആര് ചെയ്യും? അത് നമ്മൾ തന്നെയല്ലേ ചെയ്യേണ്ടത്.
നിങ്ങൾ മനസ്സിൽ ത്യാഗം ശീലിക്കണം. മനസ്സിലൊരു ത്യാഗം ശീലിക്കണം എന്നുള്ളത് സത്യം. ലോക ശിക്ഷണത്തിനായിട്ടാണ് നിങ്ങളെ ലോകത്തിൽ വച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നല്ല ബോധം വേണം. നിങ്ങളെ ഇവിടെ വച്ചിരിക്കുന്നത് ലോക ശിക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഈശ്വരൻ തന്നെയാണ് അത് ചെയ്തത്. നിങ്ങളെ ഇവിടെ വെച്ചതും ഈശ്വരൻ തന്നെയാണ്. 1000 തവണ മനസ്സുകൊണ്ട് ഉറച്ചോളൂ, എന്നാലും ത്യാഗം ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾക്ക് ലൗകിക കാര്യങ്ങൾ ചെയ്തേ ഒക്കൂ. അത്തരമൊരു സ്വഭാവമാണ് അദ്ദേഹം, ഈശ്വരൻ, നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇതാണ് ഗോസ്വാമിക്ക് നൽകുക. അതുകൊണ്ട് അപ്പോൾ ഭഗവാൻ എത്ര പ്രാക്ടിക്കലാണ് ഈ ഉത്തരം. അല്ല ഇതെല്ലാം ഉപേക്ഷിച്ച് ത്യാഗിയായി ഈശ്വരനാമം ജപിച്ചുകൊണ്ട് അങ്ങനെ, അതല്ല അത് ലൗകികനെ അത് ഉദ്ദേശിച്ചിട്ടില്ല. ലൗകികന് കുറേ ജോലി തന്നിട്ടുണ്ട്. ഈ ജോലി മുഴുവൻ നീ ചെയ്യണം. അതുകൊണ്ട് നീ അത്തരമൊരു സ്വഭാവമാണ് നിനക്ക് ഈശ്വരൻ നൽകിയിട്ടുള്ളത്. അത് നീ ചെയ്യുക. പക്ഷേ ചെയ്യുമ്പോൾ എന്തു വേണം? മനസ്സിൽ ത്യാഗം ശീലിച്ചുകൊണ്ടിരിക്കണം. മനസ്സിൽ ത്യാഗം ശീലിച്ചുകൊണ്ടിരിക്കണം. അതായത് അറ്റാച്ച്മെൻറ്റ് ഇല്ലാതിരിക്കണം. അതാണ് അവിടെ ആ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഈ തരത്തിലാണ് ഭഗവാൻ ഈ ഭാഗം വിവരിക്കുന്നത് ശരിക്കും. അപ്പം അതിൻ്റെ കുറച്ചുകൂടെ മറ്റൊരു ഭാഗം ഞാൻ ഇതിൻ്റെ ഈ ഭാഗത്ത് തന്നെയുള്ള വേറൊരു ഭാഗം കൂടി എടുക്കാം. എന്നിട്ട് ഭഗവാൻ ഇവിടെ ഈ മണിസേനൻ്റെ വീട്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അത് മറന്നു പോരുത്. മണിസേനൻ്റെ വീട്ടിൽ വെച്ചാണ് ഈ സംഗതികളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഗുരുദേവൻ പിന്നീട് ബാഹ്യബോധവാനായി കഴിഞ്ഞു. എന്നിട്ട് അപ്പോൾ ഈ സമാധി അവസ്ഥയിൽ ഇരുന്നു എന്നുള്ളത് കൊണ്ട്, അപ്പോൾ ഈ സമാധി അവസ്ഥയിൽ അങ്ങനെ തുടർന്ന് വന്നു. അത് കഴിഞ്ഞ് ബാഹ്യബോധത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഭഗവാൻ ഗോസ്വാമിയോട് പറഞ്ഞു, ഇത് കണ്ടിട്ട് പലരും ഇങ്ങനെ പറയാറുണ്ട്, എനിക്കെന്തോ രോഗമുണ്ടെന്ന് പറയാറുണ്ട്. എൻ്റെ ഈ സമാധി അവസ്ഥ, ഈ എക്ടസി, പെട്ടെന്നിങ്ങനെ ഒരു സമാധി അവസ്ഥയിലേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കണ്ടിട്ട് എനിക്ക് ഒരു രോഗമുണ്ട് എന്ന് ഇങ്ങനെ ആളുകളെല്ലാം നിരന്തരം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നവരോട് ഞാൻ ചോദിക്കും, ആരുടെ ചൈതന്യം കൊണ്ട് ഈ ജഗത്ത് ചൈതന്യപൂർണമായിരിക്കുന്നു? ആ ചിന്മയനെപ്പറ്റി ചിന്തിച്ചാൽ പിന്നെ ആരെങ്കിലും അചേതനമാകുമോ? അതായത് നമ്മൾ ഈശ്വരനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും അചേതനമാകുമോ? നമ്മൾ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ മറ്റുള്ളവർ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്കെന്തോ ഭ്രാന്താണെന്നാണ് പറയുന്നത്. അവരെന്താണ്, ഞാനിങ്ങനെ ഒരു നിശ്ചലാവസ്ഥയിലായി എന്നാണോ എല്ലാവരും ധരിക്കുന്നത്? ഈശ്വരനെക്കുറിച്ച് ചിന്തിച്ചാൽ അങ്ങനെ അചേതനനാകുമോ എന്നാണോ നിങ്ങളെല്ലാം വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗോസ്വാമിക്ക്. അങ്ങനെ അവിടുത്തെ സത്സംഗം ഏതാണ്ട് പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ പൂർത്തീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ആ സത്സംഗം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ സത്സംഗം അവസാനിക്കാൻ പോകുമ്പോൾ മണിസേനൻ ഓരോരുത്തർക്ക് വേണ്ട ആ സത്സംഗത്തിൽ പങ്കെടുത്ത ഗുരുക്കന്മാർക്കൊക്കെ ദക്ഷിണ കൊടുക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു തീർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ മണിസേനൻ, ആ ഗൃഹനാഥൻ വന്നിരിക്കുകയാണ്. വന്നിട്ട് ബ്രാഹ്മണർക്കും വൈഷ്ണവർക്കും ഒക്കെ അവർക്കൊക്കെ ചിലർക്ക് 1 രൂപ ഒഴിച്ചു കൊടുത്തു, ചിലർക്ക് 2 രൂപ വെച്ച് കൊടുത്തു. അങ്ങനെ ആളുകളെയൊക്കെ നോക്കി കൊടുത്തുകൊണ്ടിരുന്നു. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവന് 5 രൂപ കൊടുത്തു. 5 രൂപ ശ്രീരാമകൃഷ്ണദേവന് കൊടുത്തു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പെട്ടെന്ന് വല്ലാതായി. കാരണം ഇവിടെ ഈ 2-ാം അധ്യായം തുടങ്ങുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ 2-ാം അധ്യായം തുടങ്ങുന്ന സമയത്ത്, അതായത് ഗുരുദേവൻ മണിസേനൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഒരു സംഭവം നടന്ന് ഇവിടെ വിവരിക്കുന്നുണ്ട്. എന്തായിരുന്നത്? മണിസേനൻ ഗുരുദേവൻ്റെ വണ്ടി വാടക കൊടുക്കാൻ ഒരുമ്പെട്ടു. ഗുരുദേവൻ അവിടെ വന്നപ്പോൾ
മണിസേൻ്റെ വീട്ടിൽ വന്നിറങ്ങിയപ്പോൾ ആ വന്ന വണ്ടി വാടക കൊടുക്കാനായിട്ട് ഒരുമ്പെട്ടു. അപ്പം ശ്രീരാമകൃഷ്ണദേവൻ ആ സോഫയിൽ, ആ മണിസേനൻ്റെ സ്വീകരണ മുറിയുടെ ആ സോഫയിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്, അങ്ങനെ ചാരി കിടക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, വണ്ടി വാടക അവർ കൊടുത്തോളും, ഞാൻ എന്തിനു മേടിക്കണം? ഈ അവർ എന്ന് പറഞ്ഞത് രാമചന്ദ്രദത്തയും മറ്റുമാണ്. രാമചന്ദ്രദത്തയെല്ലാം കൂടെ വന്നിട്ടുണ്ട്. രാഖാല്, രാമചന്ദ്രദത്ത, അത് നമ്മളിവിടെ നേരത്തെ പറഞ്ഞിരുന്നു. കൂടെ വന്നിരിക്കുന്നവരാരൊക്കെയെന്ന് നമ്മളിവിടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. രാഖാല് വന്നിട്ടുണ്ട്, രാമചന്ദ്രദത്ത വന്നിട്ടുണ്ട്, ഭവനാഥൻ വന്നിട്ടുണ്ട്, മാസ്റ്റർ മഹാശയൻ കൂടെയുണ്ട്. അപ്പം അവരൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ മണിസേനോട് പറഞ്ഞു, രൂപയൊന്നും തരണ്ട, കാര്യം രാമചന്ദ്രദത്തയും മറ്റും നല്ലോണം പണം സമ്പാദിക്കുന്നുണ്ട്. ആ സമ്പാദിക്കുന്ന പണത്തിൽ നിന്ന് അവർ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പണം തരണ്ട എന്ന് പറഞ്ഞു. എന്നിട്ടാണ് നേരെ നവദ്വീപ ഗോസ്വാമിയുടെ അടുത്ത് സംസാരിക്കാനായിട്ട് തിരിയുന്നത്. അപ്പം അതാണ് ആദ്യം ഉണ്ടായത്. അപ്പം അങ്ങനെ ഭഗവാൻ പറഞ്ഞെടുത്താണ് ഇപ്പോൾ സത്സംഗം തീരാറായി എല്ലാവരും പിരിയാൻ നേരത്ത് വീണ്ടും ഈ മണിസേനൻ 5 രൂപയും കൊണ്ട് വന്നത്. അപ്പോൾ ഗുരുദേവൻ അപ്പം പറഞ്ഞു, നിന്റെ ഗുരുവിനാണ് എന്നെ നിർബന്ധിക്കരുത്. നിന്റെ ഗുരുവിനാണ് എന്ന് പറഞ്ഞത് മണിസേൻ്റെ ഗുരുവാണ് നവദ്വീപ ഗോസ്വാമി. അപ്പം ആ നവദ്വീപ ഗോസ്വാമി മുന്നിലിരിക്കുന്നുണ്ട്. അപ്പം ആ നവദ്വീപ ഗോസ്വാമിയെ വെച്ച് ആണയിടുകയാണ് ഗുരുദേവൻ, ശ്രീരാമകൃഷ്ണദേവൻ. നിന്റെ ഈ ഗുരുദേവനാണ്, നീ എനിക്ക് പൈസ തരരുത് എന്ന് പറഞ്ഞു. അപ്പോൾ മണിസേനൻ വീണ്ടും കൊടുക്കാൻ പുറപ്പെട്ടു. മണിസേനൻ നിർബന്ധിക്കുകയാണ്, ഭഗവാൻ അത് കൊടുക്കാനായിട്ട് നിർബന്ധിക്കുക. അപ്പോൾ ഈ നിർബന്ധം മൂത്ത് വന്നപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയനോട്, മാസ്റ്റർ മഹാശയൻ കൂടെ ഉണ്ടല്ലോ, അപ്പോൾ മാസ്റ്റർ മഹാശയനോട് ചോദിച്ചു, ഇത് മേടിക്കണോ ഞാൻ? ഈ പൈസ, ഈ 5 രൂപ ഞാൻ മേടിക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ കടുത്ത പ്രതിഷേധത്തിലാണ് മാസ്റ്റർ മഹാശയൻ പറഞ്ഞത്, ഇല്ല, ഒരു കാലത്തും മേടിക്കാൻ പാടില്ല എന്ന് മാസ്റ്റർ മഹാശയൻ പറഞ്ഞു. അപ്പോൾ മണിസേനൻ എന്ത് ചെയ്തു? അപ്പോൾ മണിസേൻ്റെ ആളുകൾ അപ്പോഴേക്കും പഴങ്ങളും ആ മാമ്പഴവും അല്ലെങ്കിൽ മധുരപലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇത് അതെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞ് ദക്ഷിണ കൊടുക്കുന്ന കൂട്ടത്തിൽ അത് കൊടുക്കാമെന്ന് പറഞ്ഞ് അത് കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു വിദ്യ ചെയ്തു. ഈ 5 രൂപ രാഖാലിനെ ഏൽപ്പിച്ചു. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയനോട് പറഞ്ഞു, ഈ രാഖാലിനെ പൈസ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇത് അറിഞ്ഞിട്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയനോട് പറഞ്ഞത്, ഞാൻ ഗുരുവിനെ ആണയിട്ട് ഞാൻ പറഞ്ഞു, ഈ പൈസ എനിക്ക് വേണ്ട, അതുകൊണ്ട് എനിക്കൊരു ഉത്തരവാദിത്വമില്ല ഈ പൈസ വാങ്ങിയതിൽ. അതുകൊണ്ട് എൻ്റെ ഭാരം ഇതിലില്ല, എൻ്റെ ഭാരം ഒഴിഞ്ഞു. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, എൻ്റെ ഭാരം ഒഴിഞ്ഞു. രാഖാൽ അത് മേടിച്ചു, ഇനി അവൻ്റെ പെടാപ്പാട്. ആ പണം തൊട്ടാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഉള്ളത് ശ്രീരാമകൃഷ്ണദേവൻ അറിയാം. ഈ പണം മേടിച്ചത് എന്തുകൊണ്ട് ഇത് മേടിക്കരുതായിരുന്നു എന്നുള്ളത് പിന്നീടൊരു ഭാഗത്ത് ഭഗവാൻ പറയുന്നുണ്ട്. കാര്യം ഈ പണം മേടിച്ചിരുന്നു, ഈ പണം അത് ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പിന്നീട് രാഖാലിനോടും മറ്റും ഈ പണം മേടിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മേടിച്ചാൽ ഉണ്ടാകുന്ന ഒരവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പണം മേടിച്ചിരുന്നുവെങ്കിൽ ഈ പാനിഹാട്ടിയിൽ നിന്ന് തിരിച്ച് ദക്ഷിണേശ്വരത്തെത്തുന്നത് വരെയും പ്രാണവേദന അനുഭവിക്കേണ്ടി വന്നേനെ. മാത്രമല്ല, പിന്നീട് ദക്ഷിണേശ്വരത്ത് വന്ന് മുറിയിലെത്തിയാൽ പോലും ആ പ്രാണവേദന പോവില്ല. അത്രമാത്രം വേദനാജനകമായൊരവസ്ഥയിലേക്ക് തൻ്റെ ശരീരം ആ അവസ്ഥയിലേക്ക് മാറിപ്പോകും എന്ന് പിന്നീടൊരവസരത്തിൽ ഈ മണിസേൻ്റെ അവിടെ നിന്ന് എന്തുകൊണ്ട് പണം മേടിച്ചില്ല എന്നുള്ളത് ഒരു 15-16 അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഒരിടത്ത് സൂചന വരുന്നുണ്ട്. അത് പിന്നെ വരുന്നുണ്ട്, നമ്മൾ ആ ഭാഗത്ത് പിന്നെ പോകുമ്പോൾ അതറിയാം. അവിടെ വെച്ചത് പറയുന്നുണ്ട്, മണിസേൻ്റെ വീട്ടിൽ അന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഈ പണം മേടിക്കാതിരുന്നത് എന്നുള്ളത്. എന്നാൽ പല ഭാഗങ്ങൾ, ഈ വചനാമൃതത്തിൻ്റെ പല ഭാഗങ്ങളും നമുക്കറിയാം, ശ്രീരാമകൃഷ്ണദേവൻ ഇതുപോലെ സത്സംഗത്തിന് ചെന്നിട്ട് തിരിച്ചു പോകാൻ നേരത്ത് പണമില്ലാത്ത അവസ്ഥയിൽ വരുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ എങ്ങനെ പോകും, തിരിച്ചെങ്ങനെ പോകും?
എന്ന് ചോദിച്ചിട്ടുണ്ട്. പണം കാര്യം ആ ഗൃഹസ്ഥൻ അത് ശ്രദ്ധിച്ചില്ല. ശ്രീരാമകൃഷ്ണദേവന് തിരിച്ചെങ്ങനെ പോകണം എന്നുള്ള ആ വാഹനത്തിൻ്റെ വാടക എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ആ ഗൃഹസ്ഥന്മാർ ശ്രദ്ധിച്ചില്ല. അപ്പം അന്നും രാഖാലൊക്കെ വളരെ വിഷമത്തോടെ ഇരുന്നു. കാര്യം ഈ ഭഗവാനെ ശ്രദ്ധിക്കാത്തതുകൊണ്ട്, ഈ ഗൃഹസ്ഥന്മാർ ഭഗവാനെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അങ്ങനെയും അനുഭവം വന്നിട്ടുണ്ട്. മാത്രമല്ല പിന്നീടൊരിക്കൽ സുരേന്ദ്രനാഥ മിത്രയുടെ വീട്ടിൽ ചെന്ന് ആ വീട്ടിലെ സ്ത്രീകളോട് പറയാൻ പറയുന്നുണ്ട്. സുരേന്ദ്രനാഥ മിത്ര വീട്ടിലില്ല. അതായത് നൗകാവിഹാരം കഴിഞ്ഞ് വരുന്ന വഴി, ആ അധ്യായത്തിൽ, നേരത്തെ ആദ്യമേ ഉള്ള അധ്യായമാണ്. നൗകാവിഹാരം കഴിഞ്ഞ് വരുന്ന അധ്യായത്തിൽ ഇതേപോലെ കുതിരവണ്ടിയിൽ കയറി അവസാനം സുരേന്ദ്രമിത്രയുടെ വീട്ടിൽ വന്നിട്ടാണ്. സുരേന്ദ്രമിത്രയുടെ വീട്ടിൽ വന്നപ്പോൾ സുരേന്ദ്രമിത്ര ആ വീട്ടിലില്ല, ആകെ കുഴഞ്ഞുപോയി. കാര്യം വണ്ടി വാടക കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറയുന്നുണ്ട് വീട്ടിൽ അപ്പോൾ സ്ത്രീകളെ ഉള്ളൂ. അപ്പോൾ പറയുന്നുണ്ട് ഈ സ്ത്രീകളോട് പറ സുരേന്ദ്രമിത്ര എൻ്റെ ആളാണ്, അല്ലെങ്കിൽ ഞാൻ സുരേന്ദ്രമിത്രയായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ്, അതുകൊണ്ട് വണ്ടി വാടക കൊടുക്ക് എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഈ ഒരു ഭഗവാന്റെ അത് കണക്ട് ചെയ്തൊന്ന് നോക്കിയാലുണ്ടല്ലോ വളരെ രസകരമാണ്. ഇത് വായിച്ചു വന്നപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയത്. അപ്പോൾ ഞാൻ അത് വെച്ച് മാത്രം ഒന്ന് നോക്കിപ്പോയി. ഭഗവാൻ ഈ വാഹനത്തിൽ സഞ്ചരിച്ചിട്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്തെന്ത് സംഭവിക്കുന്നു, ആ സംഭവിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. ഇവിടെ തന്നെ ഞാൻ 2-3 ഉദാഹരണം പറഞ്ഞു. വണ്ടി വാടകയുടെ കാര്യത്തിൽ 2-3 ഉദാഹരണം പറഞ്ഞു. ഇവിടെ ഈ മണിസേൻ്റെ വീട്ടിലും വന്നത്, അതിനെക്കുറിച്ച് പിന്നീട് മണിസേൻ്റെ വീട്ടിൽ വന്നതിൻ്റെ ആ മറുപടി പറയുന്നത് വീണ്ടും കുറേ അധ്യായം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ വണ്ടിയിൽ ഭഗവാൻ സഞ്ചരിക്കുകയും ഈ വണ്ടി വാടക ഗൃഹസ്ഥന്മാരിൽ നിന്ന് മേടിക്കുകയും ചെയ്യുന്നതിനകത്ത് ഭഗവാൻ ചില രസകരമായ ചില കാര്യങ്ങൾ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. അത് നമ്മെ ബോധ്യപ്പെടുത്താൻ, നമ്മെ പഠിപ്പിക്കാനായിട്ട്, നമ്മെ അത് കൂടുതൽ ആ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ഈശ്വരന് ധനം നൽകുന്നതിൻ്റെ കാര്യമാണ്. ഈശ്വരൻ എങ്ങനെ ധനം നൽകുന്നു? ഈശ്വരനാണല്ലോ ഇവിടെ സഞ്ചരിക്കുന്നത്. ഈശ്വരൻ എങ്ങനെ ധനം നൽകുന്നു? നോക്കൂ, ഞാനിത് പറയാൻ കാരണം, ഞാനിത് ഇങ്ങനെ ഈ ഒരു സാഹചര്യം അങ്ങനെ പറയാൻ കാരണം, ഇന്ന് നമ്മൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം ഈശ്വരന് ധനം കൊടുത്തതിൻ്റെതാണ്. ഏറ്റവും കോൺട്രവേഴ്സി ആയിട്ട് ഇന്ന് നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വാർത്ത, അത് ശരിയാണോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു വശങ്ങളോ ഒന്നുമല്ല, ഈശ്വരന് പണം നൽകുന്നതിനെ, നമ്മൾ ഈശ്വരന് പണം നൽകുന്നതിനെക്കുറിച്ചാണ്. നമ്മൾ ഈശ്വരന് പണം നൽകുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അതിന് ചില നിയമക്രമങ്ങളുണ്ട്, ചില ചിട്ടവട്ടങ്ങൾ. ഞാൻ കുറേ പണം സമ്പാദിച്ചു, എനിക്ക് ധാരാളം പണമുണ്ടായി, ആ പണം ഉണ്ടായതുകൊണ്ട് എന്നാൽ ഞാൻ കുറച്ച് ഈശ്വരന് കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ച് രാവിലെ വണ്ടിയും പിടിച്ച് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ഞാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നതല്ല രീതി. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു പാതകമാണ്, വലിയ പാപമാണത്. അത് മനസ്സിലാക്കാതെയാണ്, അതിൻ്റെ ഒരു ഘടനയാണ് ഈ വണ്ടി വാടക എന്ന് പറയുന്ന ഒറ്റ സബ്ജക്റ്റ്. നമ്മൾ ഈ ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിലൂടെ വണ്ടി വാടക എന്നുള്ള ഒറ്റ സബ്ജക്റ്റിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. അത് വളരെ വ്യക്തമായിട്ട് കുറേ കമ്പൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത തവണ നമുക്കത് ആ ഭാഗം അത് എന്താണെന്ന് നോക്കാം, എങ്ങനെയാണ് അതിനെ കാണേണ്ടത് എന്ന്. ആ വണ്ടി വാടക എന്ന് പറയുന്നത് വണ്ടി വാടകയായിട്ടല്ല, ഈശ്വരന് പണം കൊടുക്കുന്നതാണത്. കാര്യം ഈശ്വരൻ നമ്മുടെ വീട്ടിൽ വന്നു, ഈശ്വരൻ നമ്മുടെ അടുത്ത് വന്നപ്പോൾ നമ്മൾ തിരിച്ച് ഈശ്വരന് പണം കൊടുക്കുന്ന കാര്യമാണ് ഈ സംഭവിക്കുന്നത്. ധനവിനിയോഗമാണ്. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ രാധാകാന്ത ക്ഷേത്രത്തിലെ ആഭരണം നഷ്ടപ്പെട്ടു പോയപ്പോൾ അന്ന് ക്ഷേത്രത്തിൻ്റെ അധികാരിയായ മധുരനാഥ ബിശ്വാസ് അന്ന് ശ്രീരാമകൃഷ്ണദേവനോട് ചോദിച്ചതാണ്, ഈ സ്വർണം മോഷണം പോയിട്ട് അങ്ങ് എന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഈശ്വരൻ്റെ സ്വർണം മോഷണം പോകുമോ? അതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ എന്ന് ഈ മധുർബാബു വലിയ ദേവസ്വത്തിൻ്റെ ആളാണ്. അന്നത്തെ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹം ശ്രീരാമകൃഷ്ണദേവനോട് ചോദിച്ചതാണ്, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്?
ഈശ്വരൻ്റെ മാല മോഷണം പോയി. ഈശ്വരൻ്റെ അപ്പം ഭഗവാൻ പറഞ്ഞ മറുപടിയല്ലേ ഏറ്റവും രസകരം. അത് ഇന്നത്തെ കാലത്തും ഫലമാണ്. ഈശ്വരനുണ്ടോ നിന്റെ സ്വർണം? നിനക്കല്ലേ സ്വർണം, ഈശ്വരൻ എന്ത് സ്വർണം? എന്നിട്ട് ഭഗവാൻ താഴെ കിടക്കുന്ന മണ്ണെടുത്തു. ഒരു കയ്യിൽ മണ്ണ്, ഒരു കയ്യിൽ സ്വർണം. എന്നിട്ട് രണ്ടും ഇങ്ങനെ കാണിച്ചു. ഒരു കയ്യിൽ മണ്ണ്, ഒരു കയ്യിൽ സ്വർണം. എന്നിട്ട് രണ്ടും എടുത്ത് ഗംഗയിലൊക്കെ കാണിച്ചു. രണ്ടും ഗംഗയിൽ എറിയുന്നതായിട്ട് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പം എവിടെ പോയി? സ്വർണവും പോയി, മണ്ണും പോയി. അത് മണ്ണ് മാത്രമാണ്. ഈശ്വരൻ ഇതെല്ലാം മണ്ണാണ്. നമ്മുടെ സങ്കല്പമാണ് ഇത് സ്വർണമാണെന്നും ഇത് ഇത്ര ക്യാരറ്റാണെന്നും ഇതിന് ഇത്ര പവൻ്റെ വകുപ്പുണ്ടെന്നും ഇത് ചെമ്പിൽ സ്വർണം പൊതിഞ്ഞതാണെന്നും ഇതിന് ഇത്ര വിലയുണ്ടെന്നും. നമ്മളെയാണ് ഇത് അത്ഭുതപ്പെടുത്തുന്നത്. അല്പന്മാരായ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുക. ഭഗവാൻ ഇതെന്തെങ്കിലും ഉണ്ടോ? ഭഗവാൻ ഇതിനെക്കുറിച്ച് വല്ല ആലോചനയുണ്ട്? ഭഗവാൻ ഇതല്ല ആവശ്യം. അതുകൊണ്ടാണ് ഈ 18-ാം അധ്യായത്തിലെ 39-ാം ശ്ലോകം 59-ാം ശ്ലോകം നമ്മളിപ്പോൾ വായിച്ചത്. നിന്റെ പ്രകൃതമാണിത്. നിന്റെ പ്രകൃതമാണ് ഇങ്ങനെ സ്വർണ്ണമൊക്കെ കൊണ്ട് എൻ്റെ തലയ്ക്ക് വെക്കുക, കിരീടം വെക്കുക, എൻ്റെ കഴുത്തിൽ കൊണ്ടിടുക. ഇതൊക്കെ നിന്റെ പ്രകൃതമാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഭഗവാൻ ആവശ്യമില്ലാത്ത. അപ്പം ഇത്രയും ഈ കാലത്ത് ഈ ഒരു അവസ്ഥയിൽ നടക്കുന്ന ഈ വാഗ്വാദങ്ങളും അതൊക്കെ അതിൻ്റെ ഭാഗത്ത് മാനുഷികമായ ലൗകികമായ ഭാഗത്ത് നടക്കുന്ന വാഗ്വാദങ്ങളാണ്. പക്ഷെ അതൊന്നും ഈശ്വരനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പാടില്ല. അത് മനുഷ്യർ തമ്മിലുള്ള ഇടപാടാണ്. അതിനകത്ത് ഈശ്വരനൊരു പങ്കാളിയേ അല്ല. നമ്മൾ അങ്ങനെ പങ്കാളിയാണ്, ഈശ്വരൻ അങ്ങനെ ഒരു പങ്കാളിത്തമുണ്ടെന്ന് സങ്കല്പിക്കാനേ പാടില്ല. ഈശ്വരൻ അതിലൊരു പങ്കാളിത്തം, നിന്റെ സ്വർണത്തിനോ നിന്റെ സ്വർണത്തിൻ്റെ വലിപ്പത്തിനോ അതിൻ്റെ തൂക്കത്തിനോ ഒന്നും ഈശ്വരനൊരു പങ്കാളിത്തവുമില്ല. അതൊന്നും കൊണ്ട് നിങ്ങൾക്ക് ഈശ്വരനെ സന്തോഷിപ്പിക്കാനോ ഈശ്വരാരാധന നടത്താനോ പറ്റില്ല. അതാണ് ഇവിടെ വെറും 5 രൂപ. അന്ന് 5 രൂപ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ തുകയായിരിക്കും. ആ 5 രൂപ ശ്രീരാമകൃഷ്ണദേവൻ സ്വീകരിക്കാതിരിക്കുന്നതും അത് സ്വീകരിച്ച രാഘാൽ, കൂടെ വന്ന രാഘാൽ അത് സ്വീകരിച്ചപ്പോൾ പറഞ്ഞതും ഇനി അവൻ്റെ പാടാപ്പാടായിരിക്കും എന്ന് പറയും. ആ പൈസ വാങ്ങിച്ചത് അവൻ്റെ പെടാപ്പാട് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇതാണ് കാര്യം. ഈ ഇതിൽ ഇടപെട്ടാലുണ്ടാകുന്ന പെടാപ്പാടിനെ കുറിച്ചാണ് ഇവിടെ സൂചന കൊടുക്കുന്നത്. ആ പെടാപ്പാടാണ് അതിനെക്കുറിച്ച് അറിയാതെയാണ് നമ്മളെല്ലാം ഈ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഈശ്വരനെ പണം കൊണ്ട് അളക്കരുത് എന്നുള്ള ഒരു സൂചന കൂടെ ഈ ഭാഗത്ത് നമുക്ക് കാണാം. അപ്പം അടുത്ത തവണ തീർച്ചയായിട്ടും ഈ പണം സ്വീകരിക്കുന്നതെ സംബന്ധിച്ച് ശ്രീരാമകൃഷ്ണദേവൻ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ പണം സ്വീകരിക്കുന്നതും അത് ആ സ്വീകരിക്കുന്നതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളതാണ് നമുക്കിനി നോക്കാനുള്ളത്. വളരെ രസകരമാണ്. അത് മാത്രമായിട്ട് എടുത്ത് ഓരോ ഭാഗത്തും അത് വരുന്ന ഭാഗം മാത്രം എടുത്തൊന്ന് വിശകലനം ചെയ്താൽ അതിഗംഭീരമാണത്. നമുക്ക് ഇന്ന് ഈ കാണുന്ന ഈ ചൂട് വാർത്തകളൊക്കെ നമ്മൾ തിരസ്കരിക്കും. നമുക്കിതൊന്നും ബാധിക്കുകയില്ല. പണം കൊടുത്തുള്ള ഈശ്വരാരാധനയൊന്നും നമുക്ക് അതോടുകൂടി പുച്ഛമാണ് തോന്നുക. അത്രയും മനോഹരമാണ് ആ വണ്ടി വാടക എന്ന സബ്ജക്റ്റ്. നമുക്ക് അതുകൊണ്ട് വണ്ടി വാടക എന്ന ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് അടുത്ത തവണ ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഇന്നിപ്പോൾ ഏതായാലും സമയമായി. സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ. അതെ അതെ, ഇന്നത്തെ സന്ദർഭത്തിന് പറ്റിയത്. അത് അങ്ങനെ അറിഞ്ഞതല്ല, അത് വന്നപ്പോൾ അങ്ങനെ ആയതാണത്. അതെ 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 അതെ. നമ്മളിപ്പോൾ കിടന്ന് വാഗ്വാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? പാവം അയ്യപ്പൻ, എത്ര സങ്കടകരമാണ്. അയ്യപ്പൻ എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ ഓരോ ഈശ്വരന്മാരും എന്ത് വിചാരിക്കും? അവരുടെ മുമ്പിൽ കൊണ്ട് സ്വർണം വെച്ചിട്ട് അവരെന്ത് ചെയ്യും? അല്ല, വചനാമൃതം എന്തൊക്കെ 2025 പ്രസക്തമാണെന്നുള്ളതിൻ്റെ ഒരു പോയിന്റാണത്. വചനാമൃതം എത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പം കണ്ടത്. 2025 നമ്മളിരുന്ന് വായിക്കുമ്പോൾ 130-40 വർഷം മുമ്പ് എഴുതിയ ആ ഡയറി കുറിപ്പിൻ്റെ പ്രസക്തി ഇനി കൂടിക്കൂടി വരിക.
ഉണ്ട് ഉണ്ട് ഉണ്ട്, വരുന്നുണ്ട് 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 വരുന്നുണ്ട്. അതെ 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 അതെ. ആ,